ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഐശ്വര്യയോട് ശ്യാമ പറയുകയാണ്, ഐശ്വര്യട്ടത്തി, ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ പിൻവലിക്കുകയാണ്. എൻ്റെ പദവി അതാർക്ക് വേണമെങ്കിലും വിട്ടുകൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു കുടുംബമാണ്. ഈ കുടുംബത്തിൻ്റെ ബലവും ഐശ്വര്യവും ഭാവിയും എല്ലാം തന്നെ പ്രദാനം ചെയ്യുന്നത് നമ്മുടെ 3 പേരുടെയും കൈകളിലാണ്. കുടുംബം കൃത്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് നിയമങ്ങളും ഉണ്ടാകും. എല്ലാവരും അനുസരിച്ചേ പറ്റൂ എന്ന് ശ്യാമ പറയുമ്പോൾ ഐശ്വര്യ ചോദിക്കുകയാണ്, ഞാൻ അനുസരിച്ചില്ലെങ്കിലോ? ഇത് കേൾക്കുന്ന ശ്യാമ ശബ്ദമുയർത്തിക്കൊണ്ട് പറയുകയാണ്, അനുസരിപ്പിച്ചിരിക്കും. ശ്യാമ എന്ന പാവം പെൺകുട്ടിക്ക് ഈ ഒരു പദവിയിലെത്താൻ സാധിക്കുമെങ്കിലേ ഐശ്വര്യടത്തിയെ കൊണ്ട് അനുസരിപ്പിക്കാനും എന്നെ കൊണ്ടാകും. നേരത്തെ തന്നെ ചില സന്ദർഭങ്ങളിൽ ഐശ്വര്യടത്തിയോട് പറയാനുള്ളതെല്ലാം ഞാൻ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ അധികാരത്തോടെ ഞാൻ പറയുകയാണ്, ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത് ഐശ്വര്യടത്തിക്ക് കേൾക്കേണ്ടി വരും. അനുസരിച്ചില്ലെങ്കിലേ ഞാൻ പറഞ്ഞതുപോലെ അനുസരിപ്പിച്ചെന്ന് വരും. ഇത് കേൾക്കുന്ന ഐശ്വര്യ മിണ്ടാതെ നിന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ ഇവളെ അനുസരിച്ചില്ലെങ്കിൽ പിന്നീട് അത് പ്രശ്നമാകും. ഇപ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് തന്നെയാ ബുദ്ധി. തുടർന്ന് വസുന്ധര പറയുകയാണ്, എനിക്കിനി ശ്യാമയോടും അഖിയോടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെയുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇനി നിങ്ങൾ അറിയാനുള്ളത് നിങ്ങളുടെ യഥാർത്ഥ വിവാഹം ഞാൻ ഇവിടെ വെച്ച് നടത്താൻ പോവുകയാണ്. 2 പ്രാവശ്യം താലി കെട്ടിയവരാണ് അഖിലും ശ്യാമയും. പക്ഷേ ഈ 2 വട്ടവും എൻ്റെ പൂർണ്ണ തൃപ്തിയോടെയല്ല വിവാഹം നടന്നത്. ഒരുപാട് പ്രശ്നങ്ങൾക്കും ബഹളങ്ങൾക്കും ഇടയിലായിരുന്നു 2 താലികെട്ടും. ഞാനൊരു നിബന്ധനയും വെച്ചിട്ടുണ്ടായിരുന്നു, അഖിലിൻ്റെ ഇരുട്ടിനോടുള്ള പേടി ശ്യാമ മാറ്റണമെന്ന്. ഇപ്പോൾ എൻ്റെ അഖിക്ക് ഇരുട്ടിനോട് പേടിയില്ല. ഇനി ഇവരുടെ ദാമ്പത്യം പൂർണ്ണമാകണം. അത് പൂർണ്ണമാകാൻ വേണ്ടി എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ പോവുകയാണ്. നാളെ ദേവൻ തിരുമുൽപ്പാട് വരുന്നുണ്ട്. ശ്യാമയുടെയും അഖിയുടെയും ജാതകങ്ങൾ അദ്ദേഹം നോക്കും. തുടർന്ന് എല്ലാവരുടെയും നോക്കും കേട്ടോ. അഖിയുടെയും ശ്യാമയുടെയും ശാന്തി മുഹൂർത്തത്തിൻ്റെ ഡേറ്റും നാളെ തന്നെ കുറിക്കും കേട്ടോ. ഈ വീട്ടിൽ ആഘോഷപൂർവ്വം ആ ചടങ്ങ് നടക്കുകയും ചെയ്യും. ഇനി എനിക്ക് മോളോട് മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത്രയും പറഞ്ഞ് വസുന്ധര മുറിയിലേക്ക് പോകുമ്പോൾ ശ്യാമയും പുറകെ ചെല്ലുകയാണ്. ആദ്യം തന്നെ ഞാൻ മോളോട് മാപ്പ് ചോദിക്കുന്നു. മോളോട് ഞാനൊരു വലിയ ക്രൂരത തന്നെയല്ലേ ചെയ്തത്? ഞാനും ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീയുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. വിവാഹത്തിനെക്കുറിച്ചും അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും അവൾക്ക് അവളുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. പക്ഷേ ഞാൻ മോളുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തില്ലേ? മോളുടെ ദാമ്പത്യ ജീവിതം തന്നെ ഞാൻ തകർത്തില്ലേ എന്ന് വസുന്ധര ചോദിക്കുകയാണ്. അതൊക്കെ പോട്ടെ അമ്മയെന്ന് ശ്യാമ പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, അല്ല മോളെ, എൻ്റെ മനസ്സിലെന്തോ ഭാരം പോലെയാ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ. ഭാര്യയും ഭർത്താവിനെയും ഒരു മുറിയിൽ 2 സ്ഥലത്ത് കിടത്തുക, അവർ തമ്മിൽ ഒരു ദാമ്പത്യ ജീവിതം പാടില്ലെന്ന് വിവാഹത്തിൻ്റെ അന്നത്തെ ദിവസം തന്നെ ശപഥം ചെയ്യിക്കുക. പക്ഷേ അവിടെയും ഞാൻ നിന്റെ നന്മ മനസ്സിലാക്കുകയാ ചെയ്തത്. നീ ആ സത്യത്തെക്കുറിച്ച് ആരോടും പറഞ്ഞതുപോലുമില്ല. കൂടാതെ ഇന്ന് വരെ നീ അത് പാലിക്കുകയും ചെയ്തു. മോളുടെ നിറത്തിലും കുടുംബത്തിലും ഒക്കെ തന്നെ അമ്മ കുറ്റം കണ്ടെത്തി. മോളി അമ്മയോട് ക്ഷമിക്കണം. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, ദേ അമ്മേ, അമ്മ ഓരോന്ന് പറഞ്ഞ് എന്നെ കരയിപ്പിക്കാൻ നിൽക്കരുത്. തുടർന്ന് വസുന്ധര പറയുകയാണ്, നാളെ തിരുമുൽപ്പാട് തിരുമേനി വന്ന് ജാതകമൊക്കെ നോക്കിയിട്ട് മുഹൂർത്തം കുറിക്കും. എന്നെ സംബന്ധിച്ച് അതാണ് നിങ്ങളുടെ കല്യാണ സമയം. അന്നാണ് അഖി മോളുടെ കഴുത്തിൽ താലി കെട്ടുന്നത്. അന്നാണ് മോളെ ഒരു ഗ്ലാസ്സിൽ പാലുമായിട്ട് അമ്മ അഖിയുടെ മുറിയിലേക്ക് കയറ്റി വിടുന്ന ദിവസം. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, അമ്മേ, ഞാനും ഈ ദിവസത്തിന് വേണ്ടിയാ കാത്തിരുന്നത്. ഇതായിരിക്കും ഞങ്ങളുടെ യഥാർത്ഥ വിവാഹം. അതേസമയം അഖിൽ അങ്ങോട്ടേക്ക് വരികയാണ്. അല്ല, നിങ്ങളുടെ സംസാരമൊന്നും ഇതുവരെ തീർന്നില്ലേ? കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. അമ്മയ്ക്കും മോൾക്കുമാകുമ്പോഴേ അങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാകും. നിന്നെ ഇങ്ങോട്ടേക്ക് ആരും വിളിച്ചില്ലല്ലോ എന്ന് വസുന്ധര പറയുമ്പോൾ അഖി തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. ഇത് കാണുന്ന വസുന്ധര അഖിലിനെ പിടിച്ച് ശ്യാമയുടെ അടുത്തേക്ക് നിർത്തിയിട്ട് പറയുകയാണ്, ഇനി നടക്കാൻ പോകുന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ വിവാഹം. ഇത് കേൾക്കുന്ന അഖിൽ പറയുകയാണ്, ലോകത്തിലെ ആദ്യത്തെ ദമ്പതികളായിരിക്കും ഞങ്ങൾ. അത് 3 വിവാഹം കഴിക്കുന്നത്. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, 3 അല്ല, ഇതാണ് യഥാർത്ഥ വിവാഹമായിട്ട് ഞാനും അമ്മയും കണക്കാക്കുന്നത്. പിന്നമ്മേ, നേരത്തെ എനിക്ക് ഐശ്വര്യടത്തിയോട് അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത് സാഹചര്യം കൊണ്ടാണ്. അല്ലാതെ എനിക്ക് ഐശ്വര്യടത്തിയോട് ഒരു വിരോധവുമില്ല. അതെല്ലാം എനിക്കറിയാം മോളെ, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. ഇത് കേൾക്കുന്ന അഖില്, എങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ശ്യാമയുമായിട്ട് മുറിയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയും അപ്പച്ചിയുമാണ്. എന്നാലും എൻ്റെ മോളെ, മോൾ എന്തോ പറഞ്ഞത്? ആ പൂക്കളെറിഞ്ഞാൽ എന്തോ കത്തുമെന്നോ പൊട്ടുമെന്നോ, എന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ. അതേസമയം ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അമൃത വരികയാണ്. നിങ്ങളുടെ സംശയത്തിൻ്റെ ഉത്തരമേ ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ? അതെ, ശ്യാമ ഇപ്പോൾ ഒരു VIP ആണ്. ഞാൻ ശ്യാമയുടെ ബോഡി ഗാർഡും. അതുകൊണ്ട് ശ്യാമയ്ക്കെതിരെ നിങ്ങൾ എന്തൊക്കെ നീക്കങ്ങൾ നടത്തിയാലും ആദ്യം ഞാനത് അറിഞ്ഞിരിക്കും. പിന്നെ പൂക്കൾ മാറ്റിയതേ ഞാൻ തന്നെയാണ്. ആ പൂക്കൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
അത്രയും പറഞ്ഞുകൊണ്ട് അമൃത ആ പൂക്കളുടെ തട്ടം എടുത്തുകൊണ്ട് വരുമ്പോൾ അപ്പച്ചി ജീവനും കൊണ്ടോടി രക്ഷപ്പെടുകയാണ്. തുടർന്ന് അമൃത ഐശ്വര്യയ്ക്ക് നേരെ ആ പൂക്കൾ എറിയാൻ ഒരുങ്ങുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അമൃതയെടുത്തി ചതിക്കല്ലേ, ഞാൻ ഇനി ഒന്നും ചെയ്യില്ല. തുടർന്ന് ഐശ്വര്യയുടെ കരണം പുകച്ചൊന്ന് കൊടുക്കുകയാണ് അമൃത. ഞാനേ ഈ അടി നിനക്ക് നേരത്തെ ഓങ്ങി വെച്ചതാ, അന്ന് നീ പച്ചക്കറിയിൽ മായം ചേർത്തില്ലേ, അന്ന് തന്നെ. കലം ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞ് ആ പൂക്കളുടെ തട്ടം ഐശ്വര്യയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് അമൃത അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് അപ്പച്ചി മുകളിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മോളെ ഒരു ശബ്ദം കേട്ടു, മോൾ അവൾക്കിട്ട് കൊടുത്തോ? ഞാനല്ല കൊടുത്തത്, അവൾ എനിക്കിട്ടാ തന്നത്. തുടർന്ന് ഐശ്വര്യ ദേഷ്യത്തോടെ പറയുകയാണ്, ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. അമൃതയെയും ശ്യാമയെയും ഞാൻ ശത്രുക്കളാക്കി മാറ്റും. എന്നിട്ട് അമൃതയെ കൊണ്ട് ശ്യാമയെ തല്ലിക്കും. അവസാനം അമൃതയെ ഞാൻ തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. ഇത് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ പൂക്കളുടെ തട്ടം താഴേക്കിടുകയാണ് ഐശ്വര്യ. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയാണ്. വിസ്മയ അരുന്ധതിയുടെ അടുത്ത് വന്ന് പറയുകയാണ്, മമ്മി അവൾ വൈസ് ചെയർപേഴ്സണായി സ്ഥാനമേറ്റെന്നാ കേട്ടത്. ഇനി അവൾ എന്താണെങ്കിലും നമുക്ക് വേണ്ടി പാടാനേ വരാൻ പോകുന്നില്ല. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട മോളെ. നമ്മുടെ കയ്യിൽ ആ സന്യാസി ഉള്ളിടത്തോളം കാലമേ അവൾ നമുക്ക് വേണ്ടി പാടാൻ വന്നിരിക്കും എന്നൊക്കെ അരുന്ധതി പറയുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് വിസ്മയ. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. ശ്യാമയിട്ട് ഓടിക്കുകയാണ് അഖില്. സാർ വേണ്ട സാർ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ കൈകൂപ്പുമ്പോൾ അഖില് നിർത്തുന്നു. സാർ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം. ഇനി അതിന് അധികം ദിവസങ്ങളൊന്നും വേണ്ടല്ലോ. ഞാനും സാറിനോടൊപ്പം ജീവിതം ആരംഭിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ആ ദിവസങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് ഞാനെന്നൊക്കെ ശ്യാമ സന്തോഷത്തോടെ പറയുകയാണ്. ഇത് കേൾക്കുന്ന അഖില് ഒരു പുഞ്ചിരിയോടെ ശ്യാമയെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.